പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിൽ ആവേശത്തിലാണ് കാസർഗോഡ്. LDF വലിയൊരു റോഡ് ഷോ കാസർഗോഡ് സംഘടിപ്പിച്ചു. അതിന്റെ ഒരു ആവേശമാണ് നമ്മളിവിടെ കാണുന്നത്. അതായത് കൊട്ടിക്കലാശത്തിന് മുമ്പ് ഒരു സാമ്പിൾ കൊട്ടിക്കലാശമാണ് ഇന്ന് രാത്രി കാസർഗോഡ് നടന്നത്. ആ സാമ്പിൾ കൊട്ടിക്കലാശം ഇത്ര ആവേശമാണെങ്കിൽ വരാനിരിക്കുന്ന കൊട്ടിക്കലാശം എന്തൊരു വൈബായിരിക്കും. അടിപൊളി. ഇതാ ചെറുപ്പക്കാരിങ്ങനെ അണിനിരന്നുകൊണ്ട് LDF സ്ഥാനാർത്ഥി ഷാനവാസ് പാദൂറിന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു അടിപൊളി വൈബുള്ള ഒരു റോഡ് ഷോ ആണ് കാസർഗോഡ് ഒരുക്കിയത്. ഏതായാലും സ്ഥാനാർത്ഥിയോട് ഈ ആവേശത്തെ കുറിച്ച് നമുക്ക് ചോദിക്കാം. എന്താണ് ആദ്യഘട്ടം മുതൽ ഷാനവാസ് പാദൂർ വരുമ്പോഴത്തെ ഒരു ആവേശം അങ്ങനെ കാണുകയാണല്ലോ, അതങ്ങ് കാസർഗോഡ് തൂക്കോ? ഞങ്ങൾ ഒന്നാം ഘട്ടം മുതൽ തൂക്കിക്കഴിഞ്ഞു. ഒന്നാം ഘട്ടത്തിലേ തൂക്കിക്കഴിഞ്ഞു. ഇനി കാണാൻ ഇരിക്കുന്നതേ ഉള്ളൂ. ഇന്ന് കൊട്ടിക്കലാശത്തിന് മുമ്പുള്ള ഒരു സാമ്പിൾ കൊട്ടിക്കലാശമാണ് ഇത്. സാമ്പിൾ ഇങ്ങനെയാണെങ്കിൽ നാളത്തെ കൊട്ടിക്കലാശം എങ്ങനെ ഉണ്ടാവും? വെയിറ്റ് ആൻഡ് സീ. അപ്പൊ കാസർഗോഡുകാർ നമ്മൾ മുന്നോട്ട് വെച്ച മുദ്രാവാക്യങ്ങളും വിഷയങ്ങളും എല്ലാം തന്നെ അതേപോലെ ഏറ്റെടുത്തു. അതെ, ഞങ്ങൾ മുമ്പോട്ട് വെച്ച വിഷയങ്ങൾ ഞങ്ങൾ വികസനം കാണിച്ചുകൊണ്ട് മാത്രമാണ് വോട്ട് അഭ്യർത്ഥിച്ചത്. അതിനെ 50 വർഷത്തെ വികസന മുരടിപ്പിലെ അത് നേരിട്ട് വിടുത്ത ജനങ്ങൾ അത് ഏറ്റെടുത്തതിന്റെ തെളിവാണ് ഈ കാണുന്നത്. അപ്പൊ ഈ വിദ്വേഷ പ്രചരണം നമ്മൾ കണ്ടു. വിദ്വേഷ പ്രചരണം ആകെ തള്ളിക്കളയാണ് കാസർഗോഡ്. അത് കഴിഞ്ഞ കാലങ്ങളിൽ സാമ്പിൾ ആണ് അവര് കാണിച്ചത്. ഇപ്പൊ അതിന്റെ റീൽ അവർ ഓട്ടാൻ തുടങ്ങി. പക്ഷേ അതിനെതിരെ ഫുൾ സിനിമയുമായി ഞങ്ങളുണ്ട് ഇവിടെ. അപ്പൊ മെയ് 4-ന് വോട്ടെടുമ്പോ ഇതിനേക്കാളും വലിയ ആഘോഷം കാണാം തീർച്ചയായും. അപ്പൊ നേരത്തെ ഷാനവാസ് പാദൂർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിക്കുമ്പോൾ പറഞ്ഞത് പുതുമുഖ വോട്ടർമാർ കാസർഗോഡ് വലിയ തോതിൽ ഇപ്രാവശ്യമുണ്ട്. അപ്പൊ പുതുമുഖ വോട്ടർമാർ ആർക്കൊപ്പായിരിക്കും നിൽക്കുക? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതെന്താണ് LDF-ന് ഒപ്പം നിൽക്കാൻ നിങ്ങൾ തീരുമാനിക്കാൻ കാരണം എന്താണ്? വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എത്രയോ വികസനമാണ്. ലൈഫ് മിഷൻ, അതുപോലെ പെൻഷൻ ആനുകൂല്യം എന്ന് പറഞ്ഞ് കുറെ വികസനമാണ് നമ്മുടെ LDF സർക്കാർ കഴിഞ്ഞ 10 വർഷ കാലയളവിലെയും ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനിയും അതിനപ്പുറം വികസനം നമ്മുടെ സംസ്ഥാനത്ത് കൊണ്ടുവരാൻ വേണ്ടി LDF സർക്കാരിന് മാത്രമേ പറ്റൂ. അതിന് കാസർഗോഡ് LDF-ന്റെ ഒരു MLA വരണം. കാസർഗോഡിൽ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് വികസന മുരടിപ്പിന് ഒരു അന്ത്യം കുറിക്കാൻ വേണ്ടിട്ട് ഷാനുക്ക വരണം. ഷാനുക്ക വന്നാൽ മാത്രമേ കാസർഗോഡ് വികസനത്തിലേക്ക് ഉയരുകയുള്ളൂ എന്നുള്ളത് 100% ഉറപ്പാണ്. നമ്മുടെ ജെൻസി ഭാഷയിൽ തന്നെ തൂക്കാലേ. അപ്പൊ അടിപൊളി വൈബാണ് കാസർഗോഡ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊട്ടിക്കലാശത്തിന് മുമ്പുള്ള ഒരു സാമ്പിൾ കൊട്ടിക്കലാശം. അങ്ങനെയെങ്കിൽ കൊട്ടിക്കലാശം എങ്ങനെയുണ്ടാകും? വലിയ ആവേശം. ഇത്തവണ കാസർഗോഡ് ചരിത്ര വിജയം എഴുതുമെന്നാണ് LDF സ്ഥാനാർത്ഥി ഷാനവാസ് പാദൂർ ഈ ജനക്കൂട്ടത്തെ സാക്ഷി നിർത്തി പ്രഖ്യാപിക്കുന്നത്.